ഐസക്കിന്റെ ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന കാഴ്ചയാണ്. അത്യന്തം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കാണ് പോകുന്നത്. എയർ ആംബുലൻസിലാണ് ഹൃദയം കൊണ്ടുപോകുക. കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച ഐസക്കിന്റെ ഹൃദയവുമാണ് അങ്കമാലി സ്വദേശി കൊച്ചിയിലെ ആശുപത്രിയിലുള്ളത്. അങ്ങോട്ടേക്ക് ഹൃദയം കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇതിനു മുൻപും അത്യന്തം ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിന്നാണ് ഈ യാത്രയ്ക്ക് ഒപ്പം ചേരാറുള്ളത്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, കൃത്യമായി ഗതാഗത ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് ആ പൊതുജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഈ ഒരു ഉദ്യമത്തിലേക്ക് കടക്കാറുള്ളത്. അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങൾക്കും ഒപ്പമാണ് ഐസക്കിന്റെ ഹൃദയം കൊച്ചിയിലേക്ക് പറക്കുന്നത് ഇപ്പോൾ, അല്ലേ? തീർച്ചയായും അപർണ, അത്തരത്തിലൊരു പൂർണ്ണമായ സജ്ജീകരണത്തിന് ശേഷം മാത്രമായിരുന്നു ഈ അവയവങ്ങൾ പുറത്തേക്ക് ഇറക്കിയത്. ഇനി ഇവിടെ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും അവിടെ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെ ഹയാത്ത് ഹോസ്പിറ്റലിലെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഹയാത്ത് ഹോട്ടലിലെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. നിലവിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവിടുന്ന് അവയവങ്ങൾ മാറ്റിയത്. പോലീസിന്റെ അകമ്പടിയോട് കൂടിയാണ് ഇവിടെ നിന്നും അവയവം ഇത്തരത്തിലെ എയർപോർട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്നും ലിസി ആശുപത്രിയിൽ നിന്ന് ഈ ഒരു ഹൃദയം മാറ്റിയ ശസ്ത്രക്രിയ നടക്കും. മറ്റ് അവയവങ്ങളും ഇതിനൊപ്പം തന്നെ ഇവിടെ നിന്ന് മാറ്റുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപർണ, തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് കടക്കുന്നത്. സാരംഗ്, എപ്പോഴത്തേക്ക് ആണ് ശസ്ത്രക്രിയ നടക്കുന്നത്? എപ്പോഴത്തേക്കാണ് എത്തുക? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടിയുണ്ടോ ഈ സമയത്ത്? ഈ ഒരു അവയവം അവിടെ എത്തി ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇത്തരത്തിലുള്ള ഒരു അവയവം മാറ്റിയ ശസ്ത്രക്രിയ സമയം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അധിക സമയം ഈ ഒരു അവയവം പുറത്ത് സൂക്ഷിക്കുന്നത് അത്ര ഉചിതമല്ല. മാത്രമല്ല ഇതൊരു യുവാവിലേക്ക് തന്നെയാണ്, 28 വയസ്സുള്ള ഒരു യുവാവിന് തന്നെയാണ് മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ആരോഗ്യം, ഈ ഒരു അവയവത്തിന്റെ ആരോഗ്യം കൂടുതൽ ഏറ്റവും പ്രധാനമായി സംരക്ഷിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ച് ഉടൻ തന്നെ അവിടെ ഇത്തരത്തിലുള്ള ഈ ഒരു ശസ്ത്രക്രിയ അടക്കം ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ ഒരു അവയവം അവിടെ എത്തിയതിനു ശേഷമുള്ള മറ്റ് നടപടികൾ മാത്രമേ ഇനി ബാക്കിയുണ്ടാകുള്ളൂ. അതിനു മുൻപുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ലിസി ആശുപത്രിയിലും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ആയിരിക്കും ഈ ഒരു അവയവം അവിടെ എത്തുകയും അതിനൊപ്പം തന്നെ ഈ ഒരു ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്യുക. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ലിസി ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം ഈ ഒരു കിംസ് ആശുപത്രിയിൽ എത്തുകയും ആ ഡോക്ടർമാരും അവിടെ നിന്നുള്ള മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരടക്കം ഈ ഒരു ശസ്ത്രക്രിയയിൽ പങ്കാളികളായിരുന്നു. അതിനുശേഷം അവരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഡോക്ടർമാരും മറ്റും അടങ്ങുന്ന ഈ ഒരു സംഘം ഇവിടെ നിന്നും വിമാനമാർഗം അവിടേക്ക് എത്തും. തുടർന്ന് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഐസക്കിന്റെ ഹൃദയമടക്കമുള്ള 6 അവയവങ്ങളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കൊച്ചി ആശുപത്രിയിലുള്ള അങ്കമാലി സ്വദേശി